മുറ്റത്തെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുവാണ് ഹരി. പക്ഷേ മുഖത്ത് ഒരു തെളിച്ചവുമില്ല. ദേവിയമ്മ അവനെ നോക്കി വാതിൽ പടിയിൽ നിന്നു. ചെക്കന് എന്താ പറ്റിയേ? ഇതേവരെ ഇങ്ങനെ ഒരു ഹരിയെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഓഫീസിൽ എന്തേലും പ്രശ്നം? എന്നും രാവിലെ മൂളിപ്പാട്ടും പാടി പറമ്പിലെ പണികൾ ചെയ്യുന്നവനാ. എടാ ചെറുക്ക, നീ ഇവിടെ എങ്ങും അല്ലേ? ഇങ്ങനെ വെള്ളം തളിച്ചാൽ ആ പൂക്കളെല്ലാം കൊഴിഞ്ഞു വീഴും. അവൻ ഓസ് നിലത്തേക്കിട്ട് പൈപ്പടച്ചു. എന്തു പറ്റി മക്കളെ? വാടി തളർന്നല്ലോ. വയ്യേ? എനിക്കൊന്നുമില്ല, ദേഷ്യത്തിൽ പറഞ്ഞു. ഇന്ന് ജോലിക്ക് പോകണ്ടേ മക്കളെ? ലഞ്ച് എടുത്ത് വെക്കട്ടെ? വേണ്ടമ്മ, ഞാനിന്ന് ലീവാണ്. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ദേവിയമ്മയും ഹരിയും അങ്ങോട്ടേക്ക് നോക്കി. നിഷമോള് രാവിലെ ആണല്ലോ, അരുണ വന്നില്ലേ? ഇല്ല, ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാ. നിഷ ഹരിയെ നോക്കി പുഞ്ചിരിച്ചു. എന്തു പറ്റി ഹരിയേട്ടാ? പനിയാണോ? ചേച്ചിക്കും നല്ല പനി. രാത്രിയിൽ തുടങ്ങിയതാ, ആരോടും പറഞ്ഞില്ല. രാവിലെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കിടന്ന് വിറയ്ക്കുവാ. അയ്യോ, ഇന്നലെ മഴ നന്നായി നനഞ്ഞിട്ടുണ്ടാകും. ഹോസ്പിറ്റലിൽ പോയില്ലേ മോളെ? വിളിച്ചിട്ട് വന്നില്ല ദേവിയമ്മേ. മറിയാമ്മ പനിക്കാപ്പി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ തുമ്പയും തുളസിയിട്ട് ആവിയും പിടിച്ചു. പനി വന്ന വഴിയേ പോയി. ഇപ്പൊ ചേച്ചി ഓക്കെയാ. ഞാൻ പോട്ടെ. ദേ ഈ കാശ് അരുണേച്ചി തന്നതാ. ഹരി അമ്മയെ നോക്കി. കാശ് തന്നിട്ട് തയ്ച്ചു വെച്ച ചുരിദാർ വാങ്ങി വരാൻ ചേച്ചി പറഞ്ഞു. അതിന് പൈസ ഞാൻ ചോദിച്ചില്ലല്ലോ. അരുണ വരട്ടെ, അതുവരെ തുണി ഇവിടെ ഇരിക്കും. അത്രയ്ക്ക് അഹങ്കാരമായാൽ കൊള്ളില്ലല്ലോ, ദേവിയമ്മ ഗൗരവത്തിൽ പറഞ്ഞു. ഹരി വാ, കാപ്പി കുടിക്കാം. മോളും വാ. അവർ 3 പ്ലേറ്റിലായി ചമ്പാവരി പുട്ടും കടലക്കറിയും വിളമ്പി. സൂപ്പർ. അരുണേച്ചിക്ക് പുട്ട് വലിയ ഇഷ്ടാ. ഹരി ഇഷ്ടക്കേടോടെ എഴുന്നേറ്റ് പോയി. TV ഓൺ ചെയ്ത് സെറ്റിയിലിരുന്നു. ഇന്ന് വിളക്കെടുപ്പിന് നിൽക്കാം, രാവിലെ വരാം എന്നും പറഞ്ഞ് പോയ കുട്ടിയാ, പാവം. അതിന് പനി മാറിയതാ. ഞാൻ ഇങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൂടെ വരാൻ തുള്ളിച്ചാടിയ ആളാ. പെട്ടെന്ന് സ്വഭാവം മാറി. വരുന്നില്ലാത്രേ. ഒരുപാട് നിർബന്ധിച്ചു, ഒരു രക്ഷയുണ്ടായില്ല. അരുണയുടെ ഫാമിലിയൊക്കെ മുംബൈയിലാണോ? അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? ഞാൻ ചോദിക്കണം എന്ന് കരുതും, പക്ഷെ മറക്കും, ദേവിയമ്മ പറഞ്ഞു. വേണ്ട, ഇനി അവരെപ്പറ്റി ഒന്നും അരുണേച്ചിയോട് ചോദിക്കണ്ട. പാവത്തിന് താങ്ങാൻ പറ്റില്ല. അതെന്താ മോളെ, ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ലേ? അനാഥയാണോ? അവരുടെ സംസാരം ശ്രദ്ധിച്ച ഹരി TVയുടെ ശബ്ദം കുറച്ചു വെച്ചു. എല്ലാവരും ഉണ്ട്, എന്നാലും എന്നേക്കാൾ കഷ്ടമായിരുന്നു ആ ചേച്ചിയുടെ അവസ്ഥ. ഹരി പെട്ടെന്ന് തിരിഞ്ഞ് നിഷയെ നോക്കിയതും അമ്മ അവനെ നോക്കിയതും ഒരേ സമയത്താണ്. ചെക്കന് അവളെക്കുറിച്ച് അറിയാൻ എന്താ വെപ്രാളം. അച്ഛൻ ജയ്പാൽ, അമ്മ മാധുരി, രണ്ടുപേരും ബിസിനസ്സുകാർ. 3 മാസം കഴിഞ്ഞു. ഇനി എനിക്ക് കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല ജയ്. പിന്നെ ഈ ചെറിയ കുട്ടിയെ ആര് നോക്കാനാ? അതിനിപ്പോൾ അമ്മയുടെ കെയറാണ് വേണ്ടത്. ഐ നോ, ബട്ട് ഐ കാൺ. നീ ഡാഡിയല്ലേ, നിനക്ക് നോക്കാം. അമ്മ തന്നെ വേണമെന്നില്ല, മാധുരി കടുപ്പത്തിൽ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കുഞ്ഞ് അരുണിമയ്ക്കായി ആയ എത്തി. 40 വയസ്സ് വരുന്ന കാദംബരി. അമ്മിഞ്ഞ പാലിൻ്റെ മണം വിട്ടുമാറാത്ത കുഞ്ഞിനെ തനിച്ചാക്കി പപ്പയും അമ്മയും വിദേശത്തേക്ക് പറന്നു. ട്രിപ്പ് കഴിഞ്ഞു വരാൻ മാസങ്ങളെടുക്കും. ഉറക്കെയുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ, ആയമ്മയുടെ താരാട്ട് പാട്ട്. എപ്പോഴോ അവളും സാഹചര്യം ഉൾക്കൊള്ളാൻ തുടങ്ങി. പപ്പയും അമ്മയും വിരുന്നുകാരായി. വലിയ പെണ്ണായപ്പോൾ പോലും കാദംബരിയല്ലാതെ മറ്റാരും ഉണ്ടായില്ല. തൻ്റെ റൂമും ക്യാൻവാസും പെയിൻറ്റിങ്ങും, അതായിരുന്നു ലോകം. ഇടയ്ക്ക് പപ്പയും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, പണമുണ്ടാക്കാൻ മത്സരം, അടിയും ബഹളവും, പുതിയ റിലേഷൻഷിപ്പ്. ആ 14 വയസ്സുകാരി ഒറ്റപ്പെട്ടു. മാനസികമായി തകർന്നു പോയ നിമിഷം. പഠനത്തിൽ നിന്നും ശ്രദ്ധ പോയി. കൂടെ പഠിക്കുന്ന കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. സ്കൂളിൽ പാരൻസിനെ വിളിച്ചു വരുത്തി. പ്രിൻസിപ്പാൾ ദേഷ്യത്തോടെ സംസാരിച്ചു. തിരികെ വീട്ടിൽ വന്നതും പപ്പയുടെയും അമ്മയുടെയും വക പൊതുരെ തല്ലി. കുഞ്ഞിനെ വളർത്തിയത് ശരിയല്ല എന്ന കുറ്റം ചുമത്തി കാദംബരിയെ പറഞ്ഞു വിട്ടു. അരുണ ബോർഡിങ്ങിലേക്കും. പപ്പയും അമ്മയും ബന്ധം വേർപെടുത്തി പുതിയ ജീവിതത്തിലേക്ക്. ചിലപ്പോൾ ഉറക്കെ കരയും, ചിരിക്കും. അരുണ ഒരു ഭ്രാന്തിയായി മാറി തുടങ്ങി. അങ്ങനെ സാമുവൽ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക്. 16 വയസ്സുള്ള കുട്ടിയെ അവിടെ തനിച്ചാക്കി പപ്പയും അമ്മയും മടങ്ങി. നിഷ വിതുമ്പലോടെ ദേവിയമ്മയെ നോക്കി. അവർ വിങ്ങലോടെ കണ്ണുകൾ അമർത്തി തുടച്ചു.
ഹരി വെപ്രാളത്തിൽ സെറ്റിയിൽ നിവർന്നിരുന്നു. പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു? പതിയെ അവൻ പറഞ്ഞു. 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റ്. അതിനിടയ്ക്ക് പപ്പയും അമ്മയും വന്നതേയില്ല. അവൾ അവരെ അന്വേഷിച്ചില്ല എന്നതാണ് സത്യം. രോഗം ഭേദമായി. സാമുവൽ ഡോക്ടർ ജയ്പാലിനെ വിളിച്ചു. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ 2 പേരും വന്നു. പക്ഷേ അരുണ അവർക്കൊപ്പം പോകില്ല എന്ന് വാശി പിടിച്ചു. സാമുവലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പപ്പയ്ക്കും അമ്മയ്ക്കും സങ്കടമൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി. അവൾ വരില്ല എന്ന സന്തോഷത്തിൽ അവർ പോയി. അങ്കിൾ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇച്ചായനേക്കാൾ 3 വയസ്സിന് ഇളയതാണ് അരുണേച്ചി. ഡെന്നിച്ചന് ആദ്യം ഇഷ്ടമായിരുന്നില്ല. അടിയും പിടിയും. എങ്ങനെയോ അവർ ബെസ്റ്റ് ഫ്രണ്ടായി. ഇച്ചായൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയും. ഹരിയുടെ കണ്ണിൽ ചെറിയൊരു നനവ്. അവൻ മുണ്ടിൻ്റെ തുമ്പുകൊണ്ട് തുടച്ചു. ദൈവമേ, വേണ്ടിയിരുന്നില്ല. അവൻ അവളെ അടിച്ച വലത് കൈയിലേക്ക് നോക്കി. നാൻസി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെയും ഞാൻ അടിച്ചിട്ടില്ല. ഇന്നലെ അവൾ അങ്ങനെ പെരുമാറിയപ്പോൾ നിയന്ത്രണം വിട്ടുപോയി. എന്നെ വിശ്വസിച്ച് ചേച്ചി പറഞ്ഞ കാര്യങ്ങളാ ഞാൻ നിങ്ങളോട്. പാവത്തിന് സങ്കടാവും. എൻ്റെ നിഷമോളെ, ഞാനോ ഹരിയോ അരുണയോട് ഒന്നും ചോദിക്കില്ല. അറിഞ്ഞതായി ഭാവിക്കില്ല. അല്ലേ ഹരി? അവൻ തലകുലുക്കി. എന്നാ ഞാൻ പോട്ടെ ദേവ്യമ്മേ. വേണ്ട, എന്തായാലും വന്നില്ലേ. രാത്രി കാവിലെ വിളക്കും ഉത്സവചന്തയും ഗാനമേളയും കണ്ട് നാളെ പോകാം. അരുണേച്ചി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? മാത്രവുമല്ല, ഇന്ന് മാനുവൽ വരുന്നുണ്ട്, നിഷ സന്തോഷത്തിൽ പറഞ്ഞു. മാനുവലിനെ നാളെയും കാണാലോ. ഉത്സവം ഇനി അടുത്ത കൊല്ലമേ ഉള്ളൂ. ഞാൻ വല്യമ്മച്ചിയെ വിളിച്ചു പറയാം. ദേവിക ഫോൺ എടുത്തു. ഹരി, നീ പോയി അരുണമോളെ കൂട്ടിയിട്ട് വാ. അതിന് വയ്യാത്തതല്ലേ, ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അവൻ ആദ്യമൊന്ന് മടിച്ചു. ഞാനായി ഇറക്കി വിട്ടതല്ലേ, ഞാൻ തന്നെ പോയി വിളിക്കാം. വാശിക്കാരിയാ, വരുമോ? ബുള്ളറ്റിൻ്റെ കീയുമെടുത്ത് പുറത്തേക്ക് നടക്കുന്നവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ദേവിയമ്മയ്ക്ക് ആശ്വാസമായി. വല്യമ്മച്ചി! മാനുവൽ ഒച്ചപ്പാടോടെ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ആ, എൻ്റെ പൊന്നുമോൻ വന്നല്ലോ. എന്നാ പറ്റി മക്കളെ, പനി പിടിച്ചോ? അവിടെ നല്ല തണുപ്പാ വല്യമ്മച്ചി. അവൻ ചുറ്റിനും കറങ്ങി നോക്കി. മേരിക്കുട്ടിയെ മൈൻഡ് ചെയ്തതേയില്ല. ഇവരൊക്കെ ആരാ വല്യമ്മച്ചി? നമ്മുടെ ബന്ധുക്കളാണോ? അത് നിന്റെ വല്യപ്പൻ്റെ ഭാര്യ നീരജ. ഇനി ഒരു ഇച്ചായൻ കൂടിയുണ്ട്. കൊച്ചൻ മുംബൈക്ക് പോയി. ഇത് അരുണ, ഇച്ചായൻ്റെ ഫ്രണ്ടാണ്. അവൻ 2 പേരെയും നോക്കി ചിരിച്ചു. മനു, പോയി മേല് കഴുകു. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തതല്ലേ, നടുപോയി. അയാൾ റൂമിലേക്ക് കയറി വാതിലടഞ്ഞതും ചെക്കൻ മേരിക്കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞു. അമ്മച്ചി, സുഖാണോ മക്കളെ? ഓ, അത്ര സുഖമൊന്നുമല്ല, പക്ഷെ ഇപ്പം സുഖ. അവരുടെ തോളിലേക്ക് ചാരി നിന്നു. അല്ല വല്യമ്മച്ചി, എൻ്റെ ചേച്ചി എവിടെ? കണ്ടില്ലല്ലോ. നിഷ കൊച്ച് ഹരിയുടെ വീട്ടിൽ പോയി. അവിടെ എന്തോ ആഘോഷം. അവൾ നാളെ വരും. ദേവിക ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ. നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിച്ചിട്ട് കുളിക്കാം. അപ്പച്ച അറിയണ്ട, അമ്മച്ചി വാരി തരണം കേട്ടോ. മനു കൊഞ്ചലോടെ പറയുമ്പോൾ മേരിക്കുട്ടി അവൻ്റെ തലമുടിയെ വാത്സല്യത്തോടെ ഉലച്ചു വിട്ടു. നിഷ ഇന്ന് വരില്ലേ? എന്നാലും വയ്യാന്ന് അറിഞ്ഞിട്ടും ദേവിയമ്മ എന്നോട് സംസാരിച്ചില്ലല്ലോ. ചിലപ്പോൾ ഹരി വഴക്കു പറഞ്ഞിട്ടുണ്ടാവും. മോളെ അരുണ, ഒന്നിങ്ങി വന്നേ. താഴെ നിന്നും വല്യമ്മച്ചി വിളിച്ചു. അവൾ പതിയെ അങ്ങോട്ടേക്ക് ചെന്നു. ദേ, ഹരി വന്നിട്ടുണ്ട്. മോളെ കൂട്ടാനാ. വിളക്കെടുക്കാൻ ആഗ്രഹമുണ്ടേൽ എന്നോട് പറയാമായിരുന്നു. എന്തായാലും നിഷയുടെ ഡ്രസ്സുകൾ മേരിക്കുട്ടി പാക്ക് ചെയ്ത് വെച്ചു. മോളും റെഡിയായി കൊച്ചൻ്റെ ഒപ്പം ചെല്ല്. അയ്യോ, ഞാൻ പോകുന്നില്ല വല്യമ്മച്ചി. അതൊന്നും എനിക്കറിയില്ല. ഹരി പുറത്തുണ്ട്. അടുത്തേക്ക് വരുന്നവളെ കണ്ടതും വേദനയാണ് ഹരിക്ക് തോന്നിയത്. അവളെ തന്നെ നോക്കിയിരുന്നു. പക്ഷെ അരുണ അവനെ നോക്കിയതേയില്ല. ഞാൻ വരുന്നില്ല, ഇത് നിഷയുടെ ഡ്രസ്സാണ്, താൻ പൊയ്ക്കോ. ഹാൻഡ് ബാഗ് അവന് മുന്നിലേക്ക് നീട്ടി. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു. നിന്നെയും കൂട്ടിയിട്ട് വരാനാ അമ്മ പറഞ്ഞത്. വന്നേ പറ്റൂ. എനിക്ക് ദേവിക്കുട്ടിയുടെ വഴക്ക് വാങ്ങാൻ പറ്റില്ല. പ്ലീസ്, വയ്യാഞ്ഞിട്ടാ, നല്ല പനിയാ. ആണോ? എന്നാ നോക്കട്ടെ. അവൻ നെറ്റിയിൽ കൈവച്ചു. ഞെട്ടലോടെ അവൾ ഹരിയെ നോക്കി. ഏയ്, ഇപ്പൊ പനിയൊന്നുമില്ല. ഡോക്ടർക്ക് പനിയാന്ന് പറയാൻ നല്ല രസമല്ലേ? അവൻ ചിരിച്ചു. അരുണ മുഖം വെട്ടിച്ചു. പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാടി. അവൾ വായ തുറന്ന് പിടിച്ചു നിന്നു. ഈച്ച കയറും അവളുടെ താടിയിൽ തട്ടി. അരുണയെ ആകെ മൊത്തം നോക്കി.
ഒരു 3/4 സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് വേഷം. ഇനിയിപ്പോൾ സമയം കളയണ്ട, ഈ ഡ്രസ്സ് മതി, ഇതും കൊള്ളാം. ത്രേസ്യാമ്മയും നീരജയും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. എന്നാൽ ശരി വല്യമ്മച്ചി, രണ്ടുപേരെയും നാളെ ഇങ്ങ് കൊണ്ടാക്കിത്തരാം. ഡെന്നിയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹരി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അരുണ നിന്ന് താളം ചവിട്ടുവാണ്. ഇത് ഭരതനാട്യമാണോ അതോ കഥകളിയോ? ദേ, എന്നെ കളിയാക്കണ്ട, എനിക്കിഷ്ടമല്ല. ശരി അരുണ മാഡം, കയറിയാലും എളിമ ഇത്ര മതിയോ? നീ പോടാ, പതിയെ അവൻ കേൾക്കാതെ പറഞ്ഞു. എന്നാ പോകാം മാഡം. ആ പോകാം. നീരജെ, പിള്ളേർ നല്ല ചേർച്ചയാണ് അല്ലേ? വല്യമ്മച്ചി പറയുമ്പോൾ അവർ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. എന്താ, നിനക്ക് ഹരിയെ ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടക്കുറവ് ഒന്നുമില്ല അമ്മച്ചി, കുട്ടികൾക്ക് ആ ഇഷ്ടം ഉണ്ടാവണ്ടേ? എൻ്റെ കൊച്ചൻ മൂക്കും കുത്തി വീണിട്ടുണ്ട്, അത് ഉറപ്പാ. എടി നാൻസി, കണ്ടോ, അവളെ വണ്ടിയിലിരുത്തി. നിന്നെ മാത്രമാ അവന് പിടിക്കാത്തത്, ജാസ്മിൻ പറഞ്ഞു. അല്ലേലും എനിക്ക് ആ ചാണകപ്പൊടിയിൽ കിടക്കുന്നവനെ വേണ്ട, ചുറ്റിക്കറങ്ങട്ടെ. അവസാനം ഡെന്നീസിൻ്റെ മുതലിനെ ഹരി കൊണ്ടുപോകും. നിഷയെ എൻ്റെ ഇച്ഛായനും ആ വട്ടനെ ചങ്ങലക്കിടേണ്ടി വരും. എനിക്ക് ഒരു സംശയമുണ്ട് നാൻസി, നിന്റെ ചേട്ടൻ കുറച്ച് ദിവസമായി ഈ അരുണയുടെ പിന്നാലെ ആയിരുന്നു. ഇനി അത് ഡെന്നീസ് അറിഞ്ഞു കാണുമോ? അങ്ങനെയാണേൽ അവനായിരിക്കും എഡിനെ പഞ്ഞിക്കിട്ടത്. എൻ്റെ ഇച്ഛായനെന്നും ഈ കിടപ്പ് തന്നെ ആയിരിക്കില്ലല്ലോ. എഴുന്നേറ്റോട്ടെ, എല്ലാത്തിനെയും ഓടിക്കും. ഇന്നലത്തെ സംഭവം ഇവൻ മറന്നോ? അതേപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ഇനി ദേവിയമ്മയോട് പറഞ്ഞു കാണൂ, എന്നാ തൊലി ഉരിയും. ഛേ, നീ എന്ത് സ്വപ്നമാടി കാണുന്നേ? വീടെത്തി, ഇറങ്ങുന്നില്ലേ? അവൾ ഇറങ്ങി. പിന്നെ ഈ ഡ്രസ്സ് അത്ര നല്ലതല്ല, മാറ്റിയേക്ക്. കവലയിലിരുന്ന അമ്മാവന്മാർ മുതൽ കുട്ടികൾ വരെ കണ്ണെടുക്കാതെ നോക്കി. മാഡം കണ്ടായിരുന്നോ? അരുണയുടെ കണ്ണുകൾ കൂർത്തു. നീ തന്നെയല്ലേ പറഞ്ഞത് ഇത് മതിയെന്ന്? എന്താ വിളിച്ചേ? നീ എന്നോ? വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ലേടി? ഹാ, അറിയില്ല. ദേഷ്യം വരുമ്പോൾ അവൾ ആകെ മൊത്തം ചുവന്ന് തുടുക്കുന്നുണ്ട്. ഹരി ചിരി മറയ്ക്കാൻ എന്നോണം മീശയിൽ കൈവച്ചു. എന്നാ മാഡം പോയി കൈയില്ലാത്ത ബന്യനും ബെർമുടയും മാറ്റ്. ഈ വീട്ടിൽ ഇത് പറ്റില്ല. അമ്മയ്ക്കും എനിക്കും ഈ ടൈപ്പ് ഡ്രസ്സുകൾ ഇഷ്ടമല്ല. ആരുടെയും ഇഷ്ടത്തിന് എനിക്ക് മാറാൻ പറ്റില്ല. എൻ്റെ ഡ്രസ്സിനല്ല കുഴപ്പം, നിന്റെ കണ്ണിലാ. അരുണയ്ക്ക് ഒരു സ്റ്റൈലുണ്ട്, ഇതാണ് എൻ്റെ സ്റ്റൈൽ. അവൾ കൈ രണ്ടും ഇടുപ്പിൽ കുത്തി. ആ, ഇത് നല്ലതാ, കൊള്ളാം. ദേ ഹരി, മോള് വന്നോ? പനി മാറിയോ കുട്ടി? ദേവിയമ്മ വന്നതും രണ്ടും അടികൂടക്കം നിർത്തി. ഇപ്പോൾ ഓക്കെയാ ദേവിക്കുട്ടി. അരുണ അവരെ കെട്ടിപ്പിടിച്ച് നിന്നു. മോൾക്ക് ഏത് ഡ്രസ്സും നന്നായി ചേരും, ഇത് കൊള്ളാം കേട്ടോ. അമ്മ സെറ്റ് സാരി തേച്ചു മടക്കി വെച്ചിട്ടുണ്ട്, വാ കാണിച്ചു തരാം. അരുണ തിരിഞ്ഞ് ഗമയിൽ അവനെ നോക്കി. നീ പോടാ കരി. അവൾ അമ്മയ്ക്കൊപ്പം അകത്തേക്ക് കയറിയതും ഹരി നെറ്റിയിൽ വിരൽ വെച്ചു. അമ്മ പറഞ്ഞതുപോലെ കൃഷ്ണൻ കൊണ്ടുവന്നതാണോ? ഇഷ്ടാണോ നിനക്കവളെ? എനിക്ക് പായസം വലിയ ഇഷ്ടാ, ഉണ്ടാക്കി തരുമോ? അതിനെന്താ, നമുക്ക് റെഡിയാക്കാം. കിച്ചണിൽ അരുണയുടെ കൊഞ്ചിയുള്ള സംസാരം കേൾക്കാം. ഇടയ്ക്ക് അമ്മയുടെയും നിഷയുടെയും അരുണയുടെയും ചിരിയും. ഹരി, അവൾ നിന്റെ പെണ്ണ. തലയിലിരുന്ന പില്ലോ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചു. അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടി. ദേവിയമ്മ വിഷമിക്കാൻ പാടില്ല. നിനക്ക് വേണ്ടിയായിരുന്നു ഈ കാത്തിരിപ്പ്, ഇനിയില്ല. ഈ ഡോക്ടറെ എനിക്ക് വേണം. അവൻ കണ്ണുകൾ അടച്ചു. ഇന്നലെ മുന്നിൽ നിന്ന പെണ്ണിൻ്റെ കോലം വീണ്ടും ഓർമ്മയിലേക്ക് വന്നതും ഹരി ചിരിച്ചു. സുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ. ഹരി, എടാ മക്കളെ, സദ്യയായി. 4 വാഴയില വെട്ടിക്കൊണ്ടുപോയോ? ഹാളിലൊന്നും അവനെ കണ്ടില്ല. ചെക്കൻ കിടന്നിട്ടുണ്ടാവും, രാത്രി ഉറക്കമില്ലല്ലോ. മോളെ നിഷ, അവനെ ഒന്ന് വിളിച്ചേ. ഞാനിതെല്ലാം ടേബിളിൽ നിരത്താം. ഞാൻ പപ്പടം മൂപ്പിക്കുവാ ദേവിയമ്മേ. അരുണേച്ചി പോയി ഹരിയേട്ടനെ വിളിക്ക്. വായിലേക്ക് വെക്കാൻ പോയ പപ്പടം അരുണയുടെ കയ്യിൽ നിന്നും നിലത്തേക്ക് വീണു. അയ്യോ, ഞാനോ? എനിക്ക് വയ്യ, ഹരിസാറ് വഴക്ക് പറയും. അവൾ കവിളിൽ ഒന്ന് തഴുകി കിച്ചണിൽ നിന്നും പുറത്തേക്ക് വലിഞ്ഞു. ദൈവമേ, ഇനി ഒരടിയും കൂടി താങ്ങില്ല. കടപ്പല്ലൂരി കയ്യിലിരിക്കും. ദേവിയമ്മ ഹരിയെ വിളിച്ചുണർത്തി. നിലത്ത് പായ വിരിച്ചു. ഇലയിട്ട് സദ്യ വിളമ്പി. ഹരിക്ക് അടുത്തിരുന്നത് നിഷയാണ്, ദേവിയമ്മയ്ക്കൊപ്പം അരുണയും. ഇതൊക്കെ എന്ത് കറികളാ? ദേവിയമ്മ ഓരോ കറികളുടെയും പേരുകൾ പറഞ്ഞു കൊടുത്തു. ദേ, ഇതുപോലെ പരിപ്പിൽ പപ്പടം പൊടിച്ചിട്ട് കഴിച്ചു നോക്കിയേ.
അരുണ അവരെ നോക്കി ചിരിയോടെ വായ തുറന്നു. എന്തായാലും കുഴച്ചില്ലേ, ഇങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. അവർ ഒരുരുള അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അരുണ പെട്ടെന്ന് തല താഴ്ത്തി. എനിക്ക് ഇതുപോലെ ആരും വാരി തന്നിട്ടില്ല. എന്താ മോളെ, കരയുവാണോ? ഏയ് അല്ല, കാദംബരി അമ്മയെ ഓർമ്മ വന്നു. എന്നെ ഊട്ടി ഉറക്കിയ സ്ത്രീ. പിന്നെ ആരും അവളോടൊന്നും ചോദിച്ചില്ല. ഹരി, കുറച്ച് മുല്ലപ്പൂമാല വേണം. നിഷ തലയിൽ പൂ വെക്കില്ലല്ലോ അമ്മ, പിന്നെ ആർക്കാം? അരുണമോൾക്കാണ്. പിന്നെ ഫാൻസി കടയിൽ കയറി കുറച്ച് ഹെയർ പിന്നും മേടിച്ചോ. വളയും പൊട്ടും കൺമഷിയും ഇതെല്ലാം വേണം. എൻ്റെ അമ്മ, എനിക്ക് ഈ വക ലേഡീസ് ഐറ്റംസ് സെലക്ട് ചെയ്യാൻ അറിയില്ല. അതെന്താ? വാഴയും പച്ചക്കറിയും നടാനും സമയാസമയം കീടനാശിനി പ്രയോഗിക്കാനും വെള്ളം തളിക്കാനും മാത്രമേ ഈ കർഷകൻ അറിയൂ, മറ്റൊന്നും അറിയില്ലേ? അരുണ കളിയാക്കലോടെ പറഞ്ഞു. എടിയടി, നീ ഇത് എങ്ങോട്ടാ കയറി പോകുന്നത്? അവൻ അവൾക്ക് അടുത്തേക്ക് വന്നു. കൂടുന്നുണ്ട്, കുറയ്ക്കാൻ എനിക്കറിയാം. ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മയോട് പറയണ്ട എങ്കിൽ മിണ്ടാതിരുന്നോ. അരുണ ചമ്മലോടെ കണ്ണടച്ചു. അമ്മ, വളയ്ക്ക് കളർ എന്തേലും ഉണ്ടെങ്കിൽ പറയ്. പിന്നെ അളവും വേണം. പൊട്ട് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങും. ഇഷ്ടമായില്ലെന്ന് പറയുവാണേൽ പിന്നെ ഹരി ആരാണെന്ന് മാഡം നന്നായിട്ട് അറിയും. അല്ല മോളെ, അവൻ ആ പറഞ്ഞതിൽ എന്തോ ഇല്ലേ? എനിക്കും തോന്നി ദേവിയമ്മേ, നിഷ പറഞ്ഞു. എന്ത്? ഒന്നുമില്ല. നിന്റെ ഹരിസാറിന് വട്ടാ. ഡെന്നി വന്നാലുടനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കഥ മാത്രം കേട്ടു പോകാതെ ആ ലൈക്കും കമൻറ്റും തന്നിട്ട് പോകൂ. 1000 ലൈക്ക്.